ഓക്കെ, അപ്പം നമ്മളിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് തിയറീനെ ബേസ് ചെയ്ത് കുറച്ച് ലൈവ് ഹീറോ സീറോ ട്രേഡ്സ് എടുക്കുകയാണ്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് തിയറി എന്താണെന്ന് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് തിയറി യൂസ് ചെയ്ത് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന മെത്തേഡല്ല, ഇത് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരു തിയറിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തിയറി എന്ന് പറയുമ്പോൾ. ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു ഹിന്ദി യൂട്യൂബറാണ്, ട്രേഡ് ലൈക്ക് ബാലൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി യൂട്യൂബറാണ്. അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ട്രേഡ് എടുക്കുന്നതും ലൈവായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും അതിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒക്കെ കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സെൻസസിൻ്റെ എക്സ്പയറിയാണ്. അപ്പം സെൻസസിൻ്റെ അണ്ടർലൈങ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെൻസസിൻ്റെ കുറച്ച് ഔട്ട് ഓഫ് ദ മണി കോളും ഔട്ട് ഓഫ് ദ മണി പുട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രൈക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ചാർട്ടിൻ്റെ നോളജോ ചാർട്ട് പാറ്റേണിൻ്റെ നോളജോ അതായത് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ നോളജോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ആകെ വേണ്ടത് ആ പ്രീമിയത്തിൻ്റെ പുറത്തുള്ള ഒരു നോളജാണ്. പ്രീമിയത്തിൻ്റെ പുറത്തുള്ള നോളജ് എന്ന് പറയുമ്പം അതായത് ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2:30 to 3:30 സമയത്ത് പ്രീമിയം ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങും. ഫ്ലക്ച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനെയും സീറോ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരു അപ്പ് ഡൗൺ ആ ഒരു ഡയറക്ഷനിൽ ഒരു മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരും. അപ്പം അതിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറി ട്രേഡ്സ് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ മെത്തേഡിൽ ഇപ്പോൾ കുറച്ച് നാൾ ട്രേഡ് എടുത്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് ഇതിന് നല്ല ആക്യുറസി കിട്ടുന്നുണ്ട്. നല്ല ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% എബോവ് ആക്യുറസിയും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ഇത് സ്ട്രാറ്റജി അല്ല, അതുകൊണ്ട് തന്നെ ഇത് ഒരു വീഡിയോയിൽ എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അപ്പം നിങ്ങൾക്ക് പ്രീമിയത്തിൻ്റെ പുറത്ത് നോളജ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 3 മാസം കറക്റ്റായിട്ട് ഒരു 2:30 to 3:30 മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ജോബൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 2:30ക്ക് വന്നിട്ട് ഒരു ഏത് അണ്ടർലൈങ് ആണോ എക്സ്പയറി ഉള്ളത് ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ആ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക, അതിൻ്റെ ഔട്ട് ഓഫ് ദ മണി കോളും പുട്ടും ആഡ് ചെയ്യുക, എന്നിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളത് പിന്നെ എപ്പോഴേലും റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. വേറൊരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയിൽ നമുക്ക് എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സെറോദ കൈറ്റാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും സെറോദ കൈറ്റ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സെറോദ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോക്കർ തന്നെയാണ്. അപ്പോൾ ഇതുവരെ സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയുടെ മറ്റൊരു അഡ്വാൻറ്റേജാണ്, നമ്മൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഹോൾ ഡേ ഇരിക്കുകയൊന്നും വേണ്ട. ഒരു 2:30 to 3:30 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയിൽ ഞാൻ നിങ്ങൾക്ക് 2 ബോണസ് ടിപ്പ് തരാം. നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറി സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുമ്പം, അതായത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഈ ഒരു തിയറി ഉപയോഗിച്ച് ട്രേഡ് എടുക്കുമ്പം നിങ്ങൾ എല്ലാ ഇൻഡെക്സും ഫോക്കസ് ചെയ്യാണ്ട് സെൻസസും ബാങ്ക് നിഫ്റ്റിയും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് റേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വോളറ്റിലായിട്ടുള്ള 2 ഇൻഡെക്സാണ് സെൻസസും ബാങ്ക് നിഫ്റ്റിയും. അപ്പം നിങ്ങൾ അതിൽ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റിലേക്ക് വരാനും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയിൽ ട്രേഡ് എടുക്കുമ്പം 2:30 to 3:20 അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ എല്ലാ ട്രേഡിങ്ങും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് ഈ 3:20 ശേഷം ഒരു ട്രേഡും എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ എക്സ്റ്റൻറ്റ് വരെ ലോസിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 10 മിനിറ്റിലാണ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് തീറ്റാടിക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പം ഇന്നെൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസ് ഇന്ന് എക്സ്പയർ ആകാൻ പോകുന്നത് 73,000 എന്ന് പറയുന്ന റേഞ്ചിലോ അല്ലെങ്കിൽ കുറച്ച് പോയിൻറ്റ് പ്ലസ് ഓർ മൈനസ് ആ ഒരു റേഞ്ചിൽ എക്സ്പയർ ആവുന്നുള്ളതാണ്. അപ്പം അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നെൻ്റെ പൊസിഷൻ സൈസിങ് വളരെ കുറവാണ്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പൊസിഷൻ സൈസിങ് ഒക്കെ വളരെ കുറച്ചിട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ട്രാറ്റജി അല്ല, ഈ തിയറി ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ. വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാണിക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ സെൻസസ് നിൽക്കുന്നത് 73,050, 40 ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ 72,900 പിയുടെ വാല്യൂ ശ്രദ്ധിച്ചോ. ഇപ്പോൾ അതൊരു 40, 41 ആ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ 73,200 സി അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അതിൻ്റെ ആവശ്യം ഇനിയില്ല. ഓക്കെ ഗായ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവലിൽ നിന്ന് ഇപ്പം ഏകദേശം ഒരു 9 പോയിൻറ്റിൻ്റെ അടുത്ത് ആ ഒരു പ്രീമിയം അപ്പായിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ സെൻസസ് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ 72,900 പിയുടെ വില നോക്കി ഏകദേശം 60 ആ ഒരു റേഞ്ചിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ സെൻസസിൽ എന്ത് സംഭവിച്ചു? 73,000 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ താഴേക്ക് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ആ 73,100 സി ആ ഒരു സി ഇനിയും ചീപ്പറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ബൈ ആയിരിക്കും. നോക്കാം. ഓക്കെ, ഇതൊരു 15 ആ ഒരു റേഞ്ച് വെച്ച് കിട്ടുവാണെങ്കിൽ പൊളിക്കും. ബൈ ചെയ്യാം. ആവറേജ് 17.2. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ആവറേജ് തന്നെയാണ്. നോക്കുവാണെങ്കിൽ 15. ഓക്കെ 15 വെച്ച് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, കുഴപ്പമില്ല. നോക്കുവാണെങ്കിൽ ഓക്കെ, ഗുഡ്. ഓക്കെ, ബാക്ക് ടു പ്രോഫിറ്റ്. ഓക്കെ, ഒരു 30 ആ ഒരു റേഞ്ചിൽ എക്സിറ്റ്. 33 ആയിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഓർഡർ ആയിരുന്നു ഭേദം. ഗായ്സ്, അവസാനം നമുക്കൊരു അബദ്ധം പറ്റി. അത് ലിമിറ്റ് ഓർഡർ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് 30-ലാണ് എക്സിറ്റ് കിട്ടിയേക്കുന്നത്. അപ്പം കുഴപ്പമില്ല, ആ പ്രീമിയം ഇനിയും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഒരു 35-ൻ്റെ മേളിൽ പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പം നമ്മളിനി എടുക്കുന്നില്ല. ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു 70+ എബോവ് ROI ഇപ്പം തന്നെ മേക്ക് ചെയ്തു. ഈ ട്രേഡ് ആകെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് 1 മിനിറ്റിനുള്ളിലാണ് ഇത്രയും സംഭവമൊക്കെ സംഭവിച്ചിരിക്കുന്നത്. 1 മിനിറ്റ്, 1.5 മിനിറ്റ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പം 100% ROI മേക്ക് ചെയ്തിരിക്കുന്നത്. 100% അല്ല, 70+ എബോവ് ROI മേക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും 100+ എബോവ് മേക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളൊരു ട്രേഡ് തന്നെയായിരുന്നു. അത് സാരമില്ല, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ മിസ്റ്റേക്ക് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ദിവസം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ക്യാപിറ്റൽ വളരെ കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ചാണ് പൊസിഷൻ സൈസ് ചെയ്തിരിക്കുന്നത്. അത് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പം ഇപ്പം ഇത്രയേ ഉള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറി എന്ന് പറയുമ്പം. നിങ്ങളിത് പ്രോപ്പറായിട്ട് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല സ്ട്രാറ്റജി വേറെ ഒന്നുമില്ല. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതായിരുന്നു മെയിൻ പാർട്ട്. പക്ഷേ ഈ വീഡിയോ 15 മിനിറ്റിൽ ഒതുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല.
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ലൈവായിട്ട് ട്രേഡ് ചെയ്ത് കാണിക്കുക എന്ന് പറയുമ്പം അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം നിങ്ങളെ പലരും പല സ്ട്രാറ്റജീസും പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ കുറേ തിയറി പഠിപ്പിക്കും, ഇത് അവിടെ വർക്ക് ചെയ്യും ഇവിടെ വർക്ക് ചെയ്യും എന്ന് കാണിച്ചു തരും. എന്നിട്ട് അവർ യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും സ്ട്രാറ്റജി ആയിരിക്കും. അപ്പം ഇതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതെല്ലാം നിങ്ങൾക്കായിരിക്കും വന്ന് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് തിയറി എന്ന് പറയുമ്പം അങ്ങനല്ല, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പം മലയാളത്തിൽ ഇതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞും കണ്ടില്ല, ആരും വീഡിയോ ചെയ്തും കണ്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഫൈനലി ഇത് ആവറേജ് കാണിച്ചു തരുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് 17.2-നാണ്, വിറ്റത് 30-നാണ്. ഓക്കെ. അപ്പം PNL നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയിൽ എക്സിക്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവരും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രോക്കർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറി പഠിപ്പിക്കുന്ന ട്രേഡ് ലൈക്ക് ബാലൻ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.